അടുത്ത ബ്രേക്കിംഗിലേക്ക് നമ്മൾ കടക്കുന്നു. റിപ്പോർട്ടർ ബ്രേക്കിംഗ് നമ്പർ 8. പത്തനംതിട്ടയിൽ നോക്കുകുത്തിയായി പൂർത്തിയാകാത്ത ലൈഫ് ഫ്ലാറ്റ് സമുച്ചയം. ഏഴംകുളം പഞ്ചായത്ത് വിട്ടു നൽകിയ 92 സെന്റ് സ്ഥലത്ത് 2020 സെപ്റ്റംബർ 24 നിർമ്മാണോദ്ഘാടനം നടന്നു. 4 നിലകളിൽ സ്റ്റീൽ ഉറപ്പിക്കുന്ന 60% പണിയും പൂർത്തിയായി. ഇപ്പോൾ ഈ സ്ഥലത്തിന്റെ അവസ്ഥ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണാം. അഹമ്മദാബാദിലുള്ള കൺസ്ട്രക്ഷൻ കമ്പനിയാണ് നിർമ്മാണം ഏൽപ്പിച്ചത്. കരാർ തുക വർദ്ധിപ്പിക്കണമെന്ന് കൺസ്ട്രക്ഷൻ കമ്പനി ആവശ്യപ്പെട്ടതോടെ നിർമ്മാണം നിലച്ചു. കാട് മൂടിക്കിടക്കുന്ന സ്ഥലം. അവിടെ പ്രവീൺ പുരുഷോത്തമനുണ്ട്. പ്രവീൺ, കോടിക്കണക്കിന് രൂപയുടെ ഒരു നിർമ്മാണ കരാറാണ് വഴിയിൽ ഇങ്ങനെ കാട് പിടിച്ച് അല്ലെങ്കിൽ അനാഥമാക്കപ്പെട്ട് കിടക്കുന്നത്. എന്താണ് ഇതിന് സംഭവിച്ചത്? എവിടെയാണ് പാളിച്ച സംഭവിച്ചത്? നിർമ്മാണ പ്രവർത്തികൾ നിലച്ചുപോയത്? പ്രവീൺ, ഗുഡ് മോർണിംഗ് പ്രവീൺ. ഗുഡ് മോർണിംഗ് അരുൺ. പത്തനംതിട്ട ഏഴംകുളം ഗ്രാമപഞ്ചായത്തിലെ ഏനാത്തിലാണ് ഈ കാണുന്ന ഫ്ളാറ്റ് സമുച്ചയം നിർമ്മാണം ആരംഭിച്ചത്. അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇതിന്റെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചത്. ഇപ്പോൾ കണ്ടില്ലേ, ഇതിന്റെ അവസ്ഥ ഇതാണ്. ഈ പരിസരത്തേക്ക് വരാൻ പോലും നാട്ടുകാർക്ക് ഭയമാണ്. കാരണം ഇഴജന്തുക്കൾ ഏതു നിമിഷവും ഇവിടെ പ്രത്യക്ഷപ്പെടാം. കാട് മൂടി ഈ ഫ്ളാറ്റിന്റെ അടിവശം നമുക്ക് കാണാം. അവിടെ മരങ്ങളൊക്കെ ഇപ്പോൾ ഈ കാണുന്ന അവസ്ഥയിൽ ഇങ്ങനെ വളർന്ന് നിൽക്കുകയാണ്. ഇതിനകത്തേക്ക് കയറാൻ കഴിയില്ല, കാരണം ഇഴജന്തുക്കൾ ഉണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. സമ്മതപത്രം വെച്ച് 6 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കണമെന്നായിരുന്നു കരാർ. നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. ഇത് ലൈറ്റ് വെയ്റ്റ് സ്റ്റീൽ ഒരു സാങ്കേതികത ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഇപ്പോൾ ഇതിന്റെ 40% നിർമ്മാണം കൂടി പൂർത്തിയാകാനുണ്ട്. അതിനിടയിലാണ് ഈ നിർമ്മാണ കമ്പനി, അഹമ്മദാബാദിലുള്ള നിർമ്മാണ കമ്പനി ഇതിന്റെ കൺസ്ട്രക്ഷൻ നിർത്തിവെച്ച് ഇവിടെ നിന്നും കടന്നു കളഞ്ഞത്. ഇപ്പോൾ ഇതിന്റെ അനുബന്ധ ഉപകരണങ്ങളും ബാക്കിയുള്ള വസ്തുക്കളുമെല്ലാം ഇതിന്റെ പരിസരത്ത് കിടന്ന് മഴയും വെയിലുമേറ്റ് നശിക്കുകയാണ്. ഇതിനകത്തേക്ക് കയറാൻ പറ്റില്ല അരുൺ. 54 കുടുംബങ്ങളുടെ പ്രതീക്ഷയായിരുന്നു. സർക്കാർ അന്ന് പറഞ്ഞത് ഭവനരഹിതരായിട്ടുള്ള 54 കുടുംബങ്ങൾക്ക് ഈ ഫ്ളാറ്റ് സമുച്ചയത്തിൽ അവർക്ക് പാർക്കാം എന്നുള്ളതായിരുന്നു. വലിയ പ്രതീക്ഷയായിരുന്നു ഈ ആളുകൾക്കെല്ലാം ഉണ്ടായിരുന്നത്. ഇതിന്റെ നിർമ്മാണം ആദ്യം തുടങ്ങിയപ്പോൾ മുതൽ ഈ പറയുന്ന കുടുംബങ്ങൾക്കെല്ലാം വലിയ സന്തോഷമായിരുന്നു. കാരണം തങ്ങൾക്ക് കിടക്കാൻ ഒരിടമായി. വളരെ വേഗത്തിൽ നിർമ്മാണം പുരോഗമിക്കുന്നു. പക്ഷേ ഈ കൺസ്ട്രക്ഷൻ കമ്പനി സർക്കാരുമായി ഒരു വാഗ്വാദം തന്നെ ഉണ്ടായി എന്ന് പറയാം. കാരണം അവർ പറയുന്നത് തങ്ങൾക്ക് ഈ കരാറിൽ ഒപ്പുവെച്ച തുക ഇനി തികയില്ല, അതിൽ കൂടുതൽ തുക വേണ്ടിവരുമെന്നുള്ളതാണ്. 7.27 കോടി രൂപയാണ് അന്ന് ഈ സമ്മതപത്രത്തിൽ ഉണ്ടായിരുന്നത്. അത്രയും തുകയ്ക്ക് ഈ നിർമ്മാണം തീർക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ പിന്നീട് അവർ പറയുന്നത് ആ തുക തികയില്ല, നിർമ്മാണ സാമഗ്രികൾക്കൊക്കെ വില കൂടി. അതുകൊണ്ട് 7.27 കോടി രൂപയ്ക്ക് ഈ പദ്ധതി പൂർത്തിയാക്കുകയാണെങ്കിൽ ആ കമ്പനിക്ക് വലിയ നഷ്ടം വരും എന്ന് പറഞ്ഞു. പിന്നീട് ഒരു ഒത്തുതീർപ്പിലേക്ക് സർക്കാരും ഈ കമ്പനിയും എത്തിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതിന്റെ പരിസരം നമുക്ക് കാണാം. ഇതേ രീതിയിൽ മറ്റൊരു ഫ്ളാറ്റ് സമുച്ചയം, അതായത് 2 ഫ്ളാറ്റ് സമുച്ചയങ്ങളാണ് ഇവിടെ സർക്കാർ വിഭാവനം ചെയ്തിരുന്നത് ലൈഫ് പദ്ധതിയിൽ. അതിന്റെ 2ാമത്തെ ഫ്ളാറ്റിന്റെ തറ മാത്രം ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. അതും നമുക്ക് കാണാൻ കഴിയില്ല, കാരണം ഇതെല്ലാം കാട് മൂടിക്കിടക്കുകയാണ്. ഇപ്പോൾ ഇവിടെയുള്ള ആളുകളും നമ്മോടൊപ്പമുണ്ട്. വളരെ പെട്ടെന്ന് പറഞ്ഞോളൂ. ഇത് കാണുമ്പോൾ ഒരു സങ്കടമുണ്ട്. കാരണം എത്രയോ കോടി രൂപ മുടക്കി തീർക്കേണ്ട ഒരു പദ്ധതിയാണ്. ഇത് ആളുകൾക്ക് പ്രയോജനമില്ലാതെ നശിക്കുകയാണ്. ഈ പദ്ധതി തുടങ്ങിയപ്പോൾ 2019 കോവിഡ് സമയത്താണ്. അന്നത്തെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഞാനൊരു ജനപ്രതിനിധിയായിരുന്നു. ആ ജനപ്രതിനിധിയായിരിക്കുന്ന സമയം ഈ പദ്ധതി അന്ന് പഞ്ചായത്ത് കമ്മിറ്റിയിൽ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ അന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന മെമ്പർ എന്ന നിലയിൽ ഇതിപ്പോൾ അടിയന്തരമായിട്ട് എന്ത് ചെയ്യാൻ കഴിയും? ഇത് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ തോന്നുന്നത്? അടിയന്തരമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇത് എല്ലാം കൂടെ പൊളിച്ച് ലേലം ചെയ്ത് കൊടുക്കണം. കൊടുത്തിട്ട് ഈ 96 സെന്റ് ഭൂമി എന്ന് പറയുന്നത് 5 സെന്റ് വസ്തു വീതം ഒരു ഗുണഭോക്താവിന് സ്വന്തം പേരിൽ, അയാൾക്ക് കിടക്കാൻ ഒരു സ്വന്തം പേരിൽ എഴുതി കൊടുത്ത് ഒരു കൈവശം ഉണ്ടാക്കി കൊടുത്ത് അവിടെ കെട്ടിടം പണിഞ്ഞ് കൊടുക്കുന്നതിനുള്ള നടപടി അടിയന്തരമായിട്ട് ചെയ്യും. സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം, ഞങ്ങളിവിടെ കയറി വന്നപ്പോൾ മദ്യക്കുപ്പികളും ഒക്കെ കാണുന്നുണ്ട്. സാമൂഹ്യ വിരുദ്ധർക്ക് ഒരു ഇടത്താവളം കൂടിയാണത്. തീർച്ചയായിട്ടും വൈകുന്നേരമായി കഴിഞ്ഞാൽ കള്ളുടിയന്മാരുടെ ശല്യമാണ് ഇവിടെ ഏറ്റവും തോന്നുള്ളത്. പിന്നെ ഇവിടെ ഇവരെ ഓടിച്ചു വിടുക എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ ജോലി. അതാണ് അരുൺ ഇവിടുത്തെ അവസ്ഥ. നമുക്ക് അകത്തേക്ക് കയറാനും ബുദ്ധിമുട്ടുണ്ട്. കാരണം വളർത്തു കേന്ദ്രമായി ഇത് മാറിക്കഴിഞ്ഞു പ്രവീൺ. എന്നാലും അതിന്റെ ഭീകരാവസ്ഥ മനസ്സിലായി. 4 വർഷം 5-6 വർഷങ്ങൾക്ക് മുമ്പ് വലിയ താല്പര്യത്തോടു കൂടി സർക്കാർ തുടങ്ങിയ ഒരു പദ്ധതിയാണ്. ഒടുവിൽ 7 കോടി രൂപയുടെ ആ പദ്ധതി കിടക്കുന്ന സ്ഥലം കണ്ടു. ആർക്കാ ഛേദം? ആരുടെ പണമാണ് പോകുന്നത്? നമ്മുടെ നികുതിദായകന്റെ പണം. അതാണ് ഈ 7 കോടി അല്ലേ? അത് ഇപ്പോൾ 60% പൂർത്തിയായി. 40% പൂർത്തിയാകാതെ വന്ന സാഹചര്യത്തിൽ കമ്പനി കളഞ്ഞിട്ടും പോയി. സർക്കാരാണെങ്കിൽ അത് നടപ്പിലാക്കാൻ വേണ്ടുന്ന നീക്കങ്ങൾ തുടങ്ങിയതുമില്ല. ഇനിയിപ്പോൾ ആ കമ്പികൾ എന്ത് ചെയ്തു? അതൊക്കെ ഇനി ആഖിർ വിലക്കെടുത്ത് കൊടുക്കാനല്ലേ പറ്റത്തുള്ളൂ. ഇതാണ് നമ്മുടെ നാട്ടിൽ ഒരു ഉത്തരവാദിത്വമില്ല എന്നുള്ളത്, അക്കൗണ്ടബിലിറ്റി എന്നുള്ളത് ഫിക്സ് ചെയ്യാൻ നമുക്ക് കഴിയാതെ പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിർമ്മാണോദ്ഘാടനമൊക്കെ കൊട്ടിഘോഷിച്ച് നടന്നു. പക്ഷേ ഒടുവിൽ കെട്ടിടത്തിൻ്റെ അസ്ഥികൂടങ്ങൾ മാത്രമായി. അതാണ് അവസ്ഥ.
എന്താ ചെയ്യാ അല്ലേ?